ഹായ് ഓൾ. നാളത്തേക്കുള്ള നിഫ്റ്റിയുടെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ലെവൽസും ട്രേഡ് സെറ്റപ്പുമാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പൊ ഇന്നത്തെ നമ്മുടെ വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ നമ്മൾ അപ്ഡേറ്റ് ചെയ്തത് നിഫ്റ്റിയുടെ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു റെസിസ്റ്റൻസ് ഏരിയയാണ്. 24,000, 23,970 മുതൽ 24,000 എന്ന് പറയുന്ന ഏരിയ, ആ ഒരു ഏരിയ എന്താണ് ഒരു റെസിസ്റ്റൻസ് സോണ എന്ന് പറഞ്ഞിരുന്നു. അപ്പം ആ ഒരു ലെവലിൽ ബ്രേക്ക് ഔട്ട് ചെയ്താൽ മാത്രമേ നമുക്ക് ഒരു അപ്സൈഡ് നമുക്ക് കാണാൻ സാധിക്കത്തുള്ളൂ. അതുപോലെ തന്നെ സി ട്രേഡിന്റെ ഓപ്പർച്യൂണിറ്റി നമ്മൾ കറക്റ്റായിട്ട് മെൻഷൻ ചെയ്താണ്. പക്ഷെ ഇന്ന് മാർക്കറ്റ് ആ ഒരു ഏരിയയിൽ കുറെ സമയം മാർക്കറ്റ് സ്ട്രഗിൾ ചെയ്ത് ലാസ്റ്റ് മിനിറ്റ് ആണ് മാർക്കറ്റ് ജസ്റ്റ് ഒന്ന് ബ്രേക്ക് ചെയ്ത് ഏകദേശം ഒരു 55 പോയിന്റ് മുകളിലാണ് മാർക്കറ്റ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. നാളത്തേക്ക് നമ്മൾ നോട്ട് ചെയ്യേണ്ട ലെവൽ എന്ന് പറയുന്നത് ഈ ഒരു ഏരിയ നിങ്ങൾ മാർക്ക് ചെയ്ത് വെക്കുക. അതായത് 24,000 മുതൽ 23,970 ആ ഒരു ഏരിയ എന്താണ് ഒരു സപ്പോർട്ട് സോൺ ആയിട്ട് നിങ്ങൾ മാർക്ക് ചെയ്ത് വെക്കുക. ഒരുപക്ഷെ മാർക്കറ്റ് ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് തന്ന് മാർക്കറ്റ് ജസ്റ്റ് താഴേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഏരിയയിൽ നിന്ന് പ്രൈസ് എന്താണ് റിജക്ട് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ ഈ ഒരു ഏരിയയിൽ നിന്ന് പ്രൈസ് റിജക്ട് ചെയ്ത് കാണുമ്പോൾ നമുക്കൊരു ലോങ് എൻട്രി ഓപ്പർച്യൂണിറ്റി എടുക്കാം. 24,000 നിന്ന് മാർക്കറ്റ് മുകളിലോട്ട് പോകുന്ന സമയത്ത് നമുക്കൊരു സി സൈഡിലേക്ക് ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്. ഇനിയിപ്പം മാർക്കറ്റ് മുകളിലോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് എത്താനുള്ള ഒരു പോസിബിലിറ്റി നെക്സ്റ്റ് ഒരു ടാർഗറ്റ് എന്ന് പറയുന്നത് ഈ ഒരു ലെവലാണ്. 24,128 ആണ് അടുത്തൊരു ടാർഗറ്റ്. 24,128 മുതൽ ഏകദേശം ഒരു 24,170 വരെയുള്ള ഏരിയ ഒരു റെസിസ്റ്റൻസ് സോൺ ആയിട്ട് മാർക്കറ്റിൽ ആക്ട് ചെയ്യും. അപ്പം നമുക്ക് ഇതൊരു ടാർഗറ്റ് ആയിട്ട് വെക്കാം. ഇനിയിപ്പോ മാർക്കറ്റ് ചിലപ്പോൾ ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആയിട്ട് നാളെ മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് ചിലപ്പോൾ ഒരു 24,200 ആ ഒരു ഏരിയയിലൊക്കെ മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഒരുപക്ഷെ മാർക്കറ്റ് താഴേക്ക് ഇറങ്ങി വരാനുള്ള ചാൻസ് ഉണ്ട്. ഒരു ഗ്യാപ്പ് ഫില്ലിങ്ങിനായിട്ട് മാർക്കറ്റ് താഴേക്ക് വരാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഗ്യാപ്പ് ഫില്ലിങ്ങിനെ ബേസ് ചെയ്തുകൊണ്ട് നമുക്ക് ട്രേഡ് പ്ലാൻ ചെയ്യാവുന്നതാണ്. ഒരുപക്ഷെ ചിലപ്പോൾ അതിനുശേഷമായിരിക്കും മാർക്കറ്റ് ഈ ഒരു ലെവലിൽ ടെസ്റ്റ് ചെയ്തിട്ട് മാർക്കറ്റ് മുകളിലോട്ട് മൂവ് ചെയ്യാനാണ് ചാൻസ്. ഇനി മാർക്കറ്റ് ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് നിന്ന് മാർക്കറ്റ് ഈ ഒരു ലെവലിൽ മാർക്കറ്റ് മുകളിലോട്ട് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് നാളെ അല്ലെങ്കിൽ അടുത്ത ദിവസങ്ങളിൽ മാർക്കറ്റ് 24,170 മാർക്കറ്റ് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ അഗൈൻ നമുക്കൊരു ഫർദർ അപ്സൈഡ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിഫ്റ്റി നെക്സ്റ്റ് എത്താനുള്ള പോസിബിലിറ്റി എന്ന് പറയുന്നത് 24,300 ലെവലാണ്. അപ്പം 300 ലെവലിൽ നിന്നൊക്കെ ഒരു പ്രൈസ് റിജക്ഷൻ കാണുവാണെങ്കിൽ നമുക്ക് ചെറിയൊരു പി സൈഡ് ട്രേഡ് പ്ലാൻ ചെയ്യാം. ഇതൊക്കെ നമ്മുടെ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. അപ്പം നിങ്ങൾക്ക് നമ്മുടെ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനായിട്ട് താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ജോയിൻ ചെയ്യാനാണ്. എല്ലാ ദിവസവും നമ്മൾ കറക്റ്റ് ആയിട്ട് ലെവൽസും കാര്യങ്ങളൊക്കെ നമ്മൾ ഇടുന്ന ലെവൽസ് നിങ്ങൾ കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത്യാവശ്യം നിഫ്റ്റിയിൽ പ്രോഫിറ്റ് മേക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അത്രയും പെർഫെക്റ്റ് ആയിട്ടാണ് നമ്മുടെ ലെവൽസ് ഒക്കെ മാർക്കറ്റ് റെസ്പെക്ട് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾ കറക്റ്റ് ആയിട്ട് ഈ ലെവൽസും കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്യാം. അപ്പൊ ഇവിടുന്ന് ഒരു പ്രൈസ് റിജക്ഷൻ കണ്ടു കഴിഞ്ഞാൽ നമുക്കൊരു ഈ സൈഡിലേക്ക് ഒരു എൻട്രി പ്ലാൻ ചെയ്യാം. അപ്പൊ അതുപോലെ വരും ദിവസങ്ങളിൽ മാർക്കറ്റ് ഈ ലെവലിന്റെ മുകളിൽ അതായത് 24,330 24,300 മുതൽ 330 വരെയുള്ള ആ ഒരു ഏരിയ നിങ്ങൾ റെസിസ്റ്റൻസ് സോൺ ആയിട്ട് മാർക്ക് ചെയ്യുക. എഗെയിൻ മാർക്കറ്റ് ഈ ലെവൽ 330യുടെ മുകളിൽ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിഫ്റ്റി ഈ ഒരു ലെവലിലേക്ക് അപ്രോച്ച് ചെയ്യാനുള്ള ചാൻസ് വളരെ ഹൈ ആണ്. നമുക്കിതൊരു ടാർഗറ്റ് വെക്കാം. 24,460 ലെവലിൽ നമുക്കൊരു ടാർഗറ്റ് വെക്കാം. അതുപോലെ ഒരു 24,500 ലെവലൊക്കെ ഒരു സൈക്കോളജിക്കൽ റെസിസ്റ്റൻസ് ആയിട്ട് മാർക്കറ്റിൽ ആക്ട് ചെയ്യും. അവിടെ നിന്നും പ്രൈസ് ഒരു റിജക്ഷൻ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഡൗൺ സൈഡിലേക്ക് ഒരു പി സൈഡിലേക്ക് നമുക്കൊരു എൻട്രി പ്ലാൻ ചെയ്യാം. അപ്പം ഈ ലെവൽസ് നിങ്ങൾ മാർക്ക് ചെയ്യുക. അതുപോലെ നാളെ ഒരു ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആണെങ്കിൽ ഇന്നത്തെ ലോയിന് താഴെ മാത്രമേ ഒരു സേഫ് എൻട്രി എന്ന് പറയാനായിട്ട് പറ്റുള്ളൂ. താഴേക്ക് പോവുകയാണെങ്കിൽ ഈ ഒരു ലെവല് ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റ് നെക്സ്റ്റ് ഒരു സപ്പോർട്ട് എന്ന് പറയുന്നത് 23,830 ലെവലാണ്. എങ്ങനെ ഈ ലെവൽ ഒരു സപ്പോർട്ടാണ്. 23,830 മുതൽ 23,800 വരെ ഒരു സപ്പോർട്ടാണ്. അപ്പൊ ഈ ഒരു ഏരിയയിൽ നിന്ന് പ്രൈസ് ബൗൺസ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അഗൈൻ ഇവിടെ ഒരു ചെറിയൊരു ഗ്യാപ്പ് ഉണ്ട്. ഒരുപക്ഷെ മാർക്കറ്റ് ആ ഗ്യാപ്പ് ഫില്ല് ചെയ്യാനായിട്ട് ചിലപ്പോൾ താഴേക്ക് വരാനുള്ള ചാൻസും ഉണ്ട്. അപ്പൊ അത് നിങ്ങൾ മൈൻഡിൽ വെക്കുക. ഓക്കെ, അപ്പം ഇതിപ്പം ഞാൻ ഡിസ്കസ് ചെയ്ത് നിഫ്റ്റിയുടെ സ്പോട്ട് പ്രൈസിന്റെ ലെവൽസ് ആണ്. ഞാൻ നേരെ മാർക്കറ്റ് പ്രൊഫൈൽ ചാർട്ടിലേക്ക് പോവാണ്. അപ്പം ഫ്യൂച്ചറിന്റെ ചാർട്ട് നമ്മൾ എല്ലാ ദിവസവും പറയുന്നതാണ്, ലെവൽസ് ഒക്കെ പറയുന്നതാണ്. നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. അപ്പം ഇന്നിപ്പം നിഫ്റ്റി എന്നാണ് ഇപ്പം ലാസ്റ്റ് മിനിറ്റിൽ നമുക്കൊരു എൽ സ്പൈക്ക് കാണാൻ പറ്റുന്നത്. ഒരു സ്മാർട്ട് മണി ആക്ടിവിറ്റിയാണ്. അപ്പം അവിടെ ഹ്യൂജ് ആയിട്ടുള്ള ഒരു വോളിയം ബിൽഡപ്പ് നടന്നിട്ടുണ്ട്. അപ്പൊ നാളെ എന്താണ് മാർക്കറ്റ് ഇതിന് മുകളിൽ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഒരു ബുള്ളിഷ് ആയിട്ടുള്ള വ്യൂ ആണ്. അപ്പൊ മാർക്കറ്റ് താഴേക്ക് വരുവാണെങ്കിലും ഈ ഒരു ഏരിയയിൽ നിന്ന് മാർക്കറ്റ് ബൗൺസ് ചെയ്ത് മുകളിലോട്ട് പോകാനുള്ള പോസിബിലിറ്റി ആണ്. അതുപോലെ തന്നെ മാർക്കറ്റ് പ്രൊഫൈൽ ചാർട്ടിന്റെ കെ പീരീഡിൽ നമുക്കൊരു സിംഗിൾ പ്രിന്റോട് കൂടിയാണ് മാർക്കറ്റ് ഇത് ബ്രേക്ക് ചെയ്യുന്നത്. അപ്പം ഇതൊക്കെ നമുക്കൊരു മാർക്കറ്റ് പ്രൊഫൈൽ ട്രേഡേഴ്സിന് ഒരു ലെവൽ ബ്രേക്ക് ചെയ്യുമ്പം അതൊരു ഹൈ കൺവിക്ഷൻ ആണ് കിട്ടുന്നത്. ഓക്കെ, അപ്പം ഈ ഒരു ഏരിയയിലൊക്കെ എന്താണ് പ്രൈസ് ബൗൺസ് ചെയ്ത് മുന്നോട്ട് പോകാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട്. കാരണം ഒരു ഹ്യൂജ് ആയിട്ടുള്ള ഒരു വോളിയം ബിൽഡപ്പ് നടന്ന ഒരു ഏരിയ ആണ്. ബയേഴ്സ് ആക്റ്റീവ് ആയിട്ടുള്ള ഒരു ഏരിയസ് ആണ് അതൊക്കെ.
അപ്പം ഈ ലെവല് നിങ്ങൾ നോട്ട് ചെയ്യുക. ഒരിക്കലും സ്പോട്ട് പ്രൈസിൽ ഈ ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ 24,000 ആയിരിക്കും. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഫ്യൂച്ചറിന്റെ ചാർട്ടിൽ 24,041 ടു 24,035 ആ ഒരു ഏരിയ ആണ്. അപ്പം ആ ഒരു ഏരിയയിൽ നിന്ന് പ്രൈസ് റിജക്ട് ചെയ്ത് മുകളിലോട്ട് പോകാൻ ഒരു പോസിബിലിറ്റി ഉണ്ട്. അതുപോലെ തന്നെ നാളത്തെ ഒരു വാല്യൂ ഏരിയ ഹൈ എന്ന് പറയുന്നത് 24,011 ആണ്. അതുപോലെ തന്നെ വാല്യൂ ഏരിയ ലോ എന്ന് പറയുന്നത് 23,947 ആണ്. ഇതിന്റെ ഉള്ളിൽ മാർക്കറ്റ് ഓപ്പൺ ചെയ്താൽ മാത്രം മാർക്കറ്റിൽ ഒരു സൈഡ് വേസിനുള്ള പോസിബിലിറ്റി ഒക്കെ ഉണ്ട്. അപ്പം ഈ ഒരു വാല്യൂ ഏരിയന്റെ മുകളിലാണ് നാളത്തെ ഓപ്പണിംഗ് എങ്കിൽ നാളെ മാർക്കറ്റ് ഒരു ബുള്ളിഷ് ആവാനുള്ള പോസിബിലിറ്റി വളരെ കൂടുതലാണ്. ആദ്യത്തെ ഒരു 1 അവർ നോക്കിയിട്ടാണ് നമുക്ക് ഒരു ഫൈനൽ കൺഫർമേഷൻ പറയാൻ പറ്റുള്ളൂ. അപ്പം എന്തായാലും ഇതിന് മുകളിൽ മാർക്കറ്റ് ഓപ്പൺ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ പ്രൈസ് ആക്ഷന്റെ കാര്യങ്ങളെ കണക്ട് ചെയ്തതിന് ഏകദേശം മാർക്കറ്റ് മുകളിലോട്ട് പോകാനുള്ള ഒരു പോസിബിലിറ്റി വളരെ കൂടുതലാണ്. അപ്പം ഈ ഒരു വാല്യൂരിന്റെ ലോയിന്റെ താഴെ, അതായത് 23,946, ഇത് ഫ്യൂച്ചറിന്റെ ലെവലാണ്. ഇതിന്റെ താഴെ മാത്രം മാർക്കറ്റ് ഓപ്പൺ ചെയ്താൽ മാത്രമേ ഉള്ളൂ നമുക്കൊരു ബിയറിഷ് ആയിട്ടുള്ള ഒരു സെന്റിമെന്റ്സ് നമുക്ക് മാർക്കറ്റിൽ കാണാനായിട്ട് പറ്റുള്ളൂ. അപ്പം നാളത്തെ ഒരു ഇതിന്റെ ഈ ഒരു വാല്യൂരിനെ ബേസ് ചെയ്തതിന് മുകളിൽ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാലും, അല്ലെങ്കിൽ സ്പോട്ട് പ്രൈസിൽ 24,000 മുകളിൽ മാർക്കറ്റ് ഓപ്പൺ ചെയ്താൽ നിഫ്റ്റി ഒരു ബുള്ളിഷ് ആയിട്ടുള്ള വ്യൂ ആണ്. ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണെങ്കിൽ മാത്രം നിങ്ങൾ ഒരു ഗ്യാപ്പ് ഫില്ലിങ്ങിനെ ബേസ് ചെയ്തുകൊണ്ട് ചെറിയൊരു ഡൗൺ സൈഡ് പ്ലാൻ ചെയ്യാം. അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ വ്യൂ എന്ന് പറയുന്നത് ബുള്ളിഷ് ആണ്. ഓക്കെ, അപ്പൊ നമ്മൾ അടുത്ത വീഡിയോയിൽ കാണാം. അതുപോലെ തന്നെ നമ്മുടെ മാർക്കറ്റ് പ്രൊഫൈൽ ആൻഡ് ഓർഡർ ഫ്ലോ മെന്റർഷിപ്പ് പ്രോഗ്രാമിന്റെ പുതിയ ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ ആർക്കെങ്കിലും ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്യുക. നമുക്ക് ഒരുപാട് ഇൻഫർമേഷൻസ് ആണ് മാർക്കറ്റ് പ്രൊഫൈൽ ആൻഡ് ഓർഡർ ഫ്ലോ ചാർട്സിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നത്. ഓക്കെ, അപ്പം നമുക്ക് അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ ഗ്രൂപ്പിൽ നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്ന എല്ലാ ലെവൽസും വളരെ പെർഫെക്റ്റ് ആയിട്ട് ആക്ട് ചെയ്യാനുള്ള കാരണം അതാണ്. ഓക്കെ, അപ്പം ആർക്കെങ്കിലും ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് മെസ്സേജ് അയക്കുക. അപ്പൊ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു.